രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത് കേട്ടോ. ഒരു ക്രിസ്പി ജോർജറ്റ് ടൈപ്പും പിന്നെ ഒരു സെമി സിൽക്ക് എന്ന് പറയുക അല്ലെങ്കിൽ ഒരു സെമി ടസർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യേണ്ടത് www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. ഇതിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണിച്ചിട്ട് ഞാനിത് ഓരോന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്ലോസ് വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, സ്ട്രൈപ്സ് പോലെ വന്നിട്ട് ഇതുപോലെ ഒരു ടസർ ഫീലാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ടസർ ഫീലുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റ് 1680 ആണ്. ഇതിൻ്റെ ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ഒരു 4 കളേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗ്രീൻ, അതായത് ഒരു ഒലീവ് ഗ്രീൻ്റെ ലൈറ്റർ ടോണാണ് ഇതിൽ വരുന്നത്. ഫാബ്രിക് കണ്ടോ, ശരിക്കും ഒരു ജൂട്ട് ഫിനിഷോ അങ്ങനെയൊക്കെ തോന്നുന്നൊരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻ. ഇതൊരു കോഫി ബ്രൗണിൻ്റെ തന്നെ ലൈറ്റർ ടോൺ എന്ന് പറയാം. അതിലേക്ക് വന്നിരിക്കുന്ന വീവിങ് ഒക്കെ നല്ല ഭംഗിയുള്ള ക്ലാസി ആയിട്ടുള്ള സെറ്റ്. ദുപ്പട്ടയും ഇതുപോലെ കണ്ടോ, എൻഡ് പോർഷനിലെ ബോർഡറും ഒക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. പിന്നെ ഇത് വരുന്നത് ഇതൊരു 1480 റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ ചെറിയൊരു വീവിങ്ങും കൂടി പോയിട്ടുണ്ട് ആ ഒരു ഫാബ്രിക്കിൽ. ദുപ്പട്ട ഇതുപോലെ ഒരു ഇക്കത്ത് പാറ്റേണിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണിത് പെയർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇതൊരു ക്രിസ്പി ജോർജറ്റ് ടൈപ്പ് ഫാബ്രിക്കാണ്. അതിൽ ഫുൾ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. ദാമൻ ഏരിയയിൽ നല്ല ത്രെഡ് വർക്ക്. ദുപ്പട്ടയിലും സ്കാലപ്പ് ആൻഡ് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. 1450 റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ റേറ്റും കറക്റ്റായിട്ട് ഓരോന്ന് എടുക്കുമ്പോൾ പറയാവേ. നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് അതിലും കണ്ട് ഇതുപോലെ ഫുൾ സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഇനി വരുന്നത് ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഈവനിങ് ഫംഗ്ഷനൊക്കെ നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് കളർ. ഇതൊരു പേർപ്പിൾ ടോൺ, നല്ല ഭംഗിയുള്ളൊരു പേർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഗ്രേപ്പ് വൈൻ്റെ ഡാർക്ക് ടോണാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1480. നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 and 8075551153. വേഗം കാണാം കേട്ടോ. ഫസ്റ്റ് കളർ ഇതുപോലെ കേട്ടോ, നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. 1680 റേഞ്ച്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ഇതുപോലെ. ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക്. കളറും പോവില്ല, നമുക്ക് വേഗം വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഓഫീസ് യൂസിനൊക്കെ നല്ലതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീനാണ് കേട്ടോ ഷെയ്ഡ് വന്നേക്കുന്നത്. അതിൽ ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ പോയിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫാബ്രിക് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒത്തിരി വെയിറ്റുള്ള ഫാബ്രിക്കല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. ദുപ്പട്ടയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു ഡിസൈനർ പാറ്റേണിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ. ഇതൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ഗ്രീനിൻ്റെ തന്നെ ഡാർക്ക് ടോൺ കേട്ടോ. ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ, ഒരു റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ദുപ്പട്ട ഇങ്ങനെ 1680 റേഞ്ച്. ദുപ്പട്ട നല്ല ഡിഫറെൻറ്റ് ലുക്ക് തരുന്നൊരു നോർമലി കാണാത്ത ടൈപ്പ് ദുപ്പട്ട. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഷെയ്ഡ്. ഇത് സെൽഫ് പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ. 1450 റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡ് സാൻറ്റോൺ ഫാബ്രിക്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു ക്രിസ്പി ജോർജറ്റ് ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ. 1480 റേഞ്ച്. ലൈറ്റ് വെയിറ്റ് ആണ്, നന്നായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക്കുമാണ്. ഇതുപോലെ ഫുൾ പ്രിൻറ്റ് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സെറ്റ്സ്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ സ്കാലപ്പ് ആൻഡ് ഫിനിഷും ടാസൽസും ഒക്കെ വെച്ചിട്ട് ഫിനിഷിങ്ങോടുകൂടി ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. റോയൽ ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇതുപോലെയാണ്. ഇതൊക്കെ നോർമൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക്കാണ്. നല്ല രസമുള്ളൊരു കളർ, ഡാർക്ക് മെറൂൺ, ബ്രൗണും മെറൂണും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല ഭംഗിയുള്ള സ്കാലപ്പിന് ഫിനിഷ് ചെയ്തിട്ട് ഒരു ടാസൽസൊക്കെ നല്ല രസമുണ്ട്. നെക്സ്റ്റ് വൺ ജെറ്റ് ബ്ലാക്ക് കളർ. ഈ ജെറ്റ് ബ്ലാക്ക് കളർ നല്ല കറക്റ്റ് ഡാർക്കായിട്ടുള്ള കളറാണ് കേട്ടോ. നന്നായിട്ട് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഷേപ്പിൽ കിടക്കും. ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള ഐറ്റമാണ്. ദുപ്പട്ട നോക്ക്, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇതിൽ ആ ഒരു ചെറിയ ഗ്ലിറ്ററിങ് കൂടെ ഉള്ളതുകൊണ്ട് ഈവനിങ് ഫംഗ്ഷന് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ ഫോട്ടോസിലൊക്കെ ഭയങ്കര റിച്ചായിട്ട് നിൽക്കുന്നൊരു സെറ്റ്. നല്ല നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. ലാസ്റ്റ് വൺ വരുന്നത് ഗ്രേപ്പ് വൈൻ ഷെയ്ഡ്. എല്ലാം ഡാർക്ക് കളേഴ്സിലാണ്. ഒക്കെ തയ്ച്ചിട്ടാൽ നല്ല ഷേപ്പിൽ കിടക്കും. ഫ്ലോയി ആയിട്ട് കിടക്കുന്നൊരു ഫാബ്രിക്. ദുപ്പട്ടയും
ടാസിൽസൊക്കെ വെച്ചിട്ട് ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തലയിലൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ചുറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ ഫാബ്രിക്കും ഉണ്ട്. ഈ ഒരു സ്കാലപ്പ് ആൻഡ് ഫിനിഷ് പോർഷനിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. ഈ ടാസിൽസും ഒക്കെ നല്ല രസമുള്ള ടാസിൽസുമാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ ആൻഡ് ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീക്കിംഗ് വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.